പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ പോവാട്ടോ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പൈനാപ്പിൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഒരു പൈനാപ്പിൾ ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒരു മുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു മുറി തേങ്ങ ചിരകി എടുക്കണേ. തേങ്ങ ചിരകിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണേ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കണേ. നല്ല എരിവുള്ള കുറച്ച് പച്ചമുളക്, ഞാനൊരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ നല്ല മധുരമായതുകൊണ്ട് അത്യാവശ്യം എരിവ് വേണം. ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. തേങ്ങ അരച്ചെടുത്തത് ആണ് കേട്ടോ അത്. പൈനാപ്പിൾ ഇപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നല്ലോണം ഒന്ന് ചൂടാറണം. ചൂടാറിയിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റാക്കി അരയ്ക്കണേ. നമുക്ക് ഈ പൈനാപ്പിൾ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ തേങ്ങ അരച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക. നല്ല പുളിയുള്ള തൈര് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു ഇത്രയും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വറവിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.